ആരാണ് അബു മുഹമ്മദ് അൽ ജുലാനി? സിറിയയിൽ 54 വർഷം നീണ്ട അസദിന്റെ കുടുംബവാഴ്ച അവസാനിപ്പിച്ച് സിറിയൻ തീവ്ര ഇസ്ലാമിക് സംഘടന STS ഭരണം പിടിച്ചതോടെയാണ് ലോകം ജുലാനി ആരാണ് എന്നുള്ള അന്വേഷണം തുടങ്ങിയത്. സിറിയൻ ഭരണം പിടിച്ചെടുത്ത ഹയാത്ത് തഹ്രീർ അൽ ഷമാം സേനാ തലവൻ അബു മുഹമ്മദ് അൽ ജുബാനി സിറിയയുടെ അടുത്ത ഭരണത്തലവനാകുമെന്ന് കരുതുന്ന 42കാരൻ. നിലവിൽ തീവ്രവാദ നിലപാടുകാരിലെ മിതവാദി പരിവേഷം. പക്ഷേ പിന്നിട്ട വഴികൾ ഭീകരവാദ സംഘടനകളുടേതാണ്. പരിശീലന കളരി അൽ ഖ്വയ്ദ. ജുബാനിയുടെ തലയ്ക്ക് $1 കോടി അമേരിക്ക ഇട്ട വില. ഭീകര സംഘടനാ പട്ടികയിലാണ് ഹയാത്ത് തഹ്രീർ അൽ ഷമാമും. അമേരിക്കയും ഇസ്രയേലും ഇസ്ലാമിന്റെ ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ച ആളാണ് ജുബാനി. എന്നാൽ നിലവിൽ അമേരിക്കയുമായുള്ളത് തന്ത്രപരമായ ബന്ധമെന്നും നിരീക്ഷണം. ഇസ്രയേൽ അധിനിവേശത്തെ തുടർന്ന് പലായനം ചെയ്യേണ്ടി വന്ന സിറിയൻ കുടുംബത്തിൽ സൗദിയിലായിരുന്നു ജനനം. 7-ാം വയസ്സിൽ കുടുംബത്തിനൊപ്പം സിറിയയിൽ മടങ്ങിയെത്തി. സെപ്റ്റംബർ 11 അക്രമത്തെ തുടർന്ന് അൽ ഖ്വയ്ദയിൽ ആകൃഷ്ടനായി. നേരെ ഇറാഖിലേക്ക്. 21-ാം വയസ്സിൽ അൽ ഖ്വയ്ദയിൽ. അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ വിശ്വസ്തനായതും നേതൃനിരയിലേക്ക് ഉയർന്നതും പൊടുന്നനെയായിരുന്നു. US പട്ടാളത്തിന്റെ പിടിയിലായ ജുലാനി മോചിതനാകുന്നത് 2008-ൽ. 2011-ൽ സിറിയൻ വിമത മുന്നേറ്റം തുടങ്ങി. ബാഗ്ദാദി ജുലാനിയെ സിറിയയിലേക്ക് അയച്ചു. അൽ ഖ്വയ്ദയുടെ സിറിയ ഘടകത്തിന്റെ ചുമതല. 2016-ൽ അൽ ഖ്വയ്ദ ബന്ധം ഉപേക്ഷിക്കുന്നതായി പരസ്യ പ്രസ്താവന വന്നു. സംഘടനയുടെ പേരും മാറ്റി. വടക്കൻ സിറിയ കേന്ദ്രീകരിച്ച് ശക്തി വർദ്ധിപ്പിച്ച ശേഷം സംഘടനയുടെ പേര് വീണ്ടും മാറ്റി. അതാണ് നിലവിലെ ഹയാത്ത് തഹ്രീർ അൽ ഷാം. സിറിയയുടെ സ്വാതന്ത്ര്യം മാത്രമാണ് ലക്ഷ്യമെന്നും അമേരിക്കയോടും ഇസ്രയേലിനോടുമുള്ളത് ആശയപരമായ എതിർപ്പ് മാത്രമെന്നും നിലപാട് മാറ്റം. സിറിയയിലെ വിമത വിഭാഗങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. ഒടുവിൽ അതിവേഗം അതിസമർത്ഥമായി കാര്യമായ പോരാട്ടമോ ചെറുത്തുനിൽപ്പോ വേണ്ടി വരാതെ സിറിയയുടെ നിയന്ത്രണവും ആധിപത്യവും. ഇനി സിറിയയുടെ നിയന്ത്രണം അബു മുഹമ്മദ് അൽ ജുബാനിക്ക്. ഭരണമേറ്റെടുത്താൽ അടുത്തിടെ സ്വീകരിച്ച മിതവാദ നയം തുടരുമോ അതോ കടന്നുവന്ന തീവ്രവാദ വഴിയിലോ? കാലം നൽകേണ്ട ഉത്തരം. ന്യൂസ് 18.